സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ഹൈസ്കൂൾ ടീച്ചർ മലയാളം എന്ന തസ്തികയിലേക്കായിട്ട് പരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ 20 GK ക്വസ്റ്റ്യൻസ് LDC പരീക്ഷയുള്ളവർക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ 20 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര്? ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നു. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി. നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, ഇന്ദിരാഗാന്ധി. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആർട്ടിക്കിൾ 25 ആണ്. ആർട്ടിക്കിൾ 25. താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏത്? എ. ഭരണഘടനയിൽ അനുച്ഛേദം 356 പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത്. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ലോകസഭയുടെ അധ്യക്ഷൻ ലോകസഭയുടെ സ്പീക്കറാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത്? സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ, സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം, നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എ ആൻഡ് ബി. അടുത്ത ചോദ്യം. 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ 30 ദിവസം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഓപ്ഷൻ സി ഹീരാലാൽ സമരിയ. 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല എന്തെല്ലാം? തന്നിരിക്കുന്നു. സുതാര്യവും ഉത്തരവാദിത്തപൂർണമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക, പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യ സാധനങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക, ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുക. മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, എ ആൻഡ് ബി. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് ആര്? ഓപ്ഷൻ ഡി ആണ്, വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും. 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആര്? ജില്ലാ മജിസ്ട്രേറ്റ്. ഓപ്ഷൻ സി ജില്ലാ മജിസ്ട്രേറ്റ്. താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത്? തന്നിരിക്കുന്നു. നിവർത്തന പ്രക്ഷോഭം, ചാന്നാർ ലഹള, മലബാർ ലഹള, കുറിച്യ കലാപം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കുറിച്യ കലാപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് ആത്മോപദേശ ശതകം, അദ്വൈത ചിന്താ പദ്ധതി, വേദാന്ത സംഗ്രഹം, ദർശനമാല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബി ആൻഡ് സി. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെടാത്തത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1907. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആര്? തന്നിരിക്കുന്നു. സി കേശവൻ, PK കുഞ്ഞു, മന്നത്ത് പത്മനാഭൻ, NV ജോസഫ്. നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആര്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ.
കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? ഭേദഗതി 86 ആണ്. കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 2008 ആണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? പഴശ്ശിരാജയാണ്. അവസാനത്തെ ചോദ്യം, SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആര്? N കുമാരനാശാനാണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനും ആവശ്യമുള്ളവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാമിൽ കൊടുക്കാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്